വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീക്കെൻഡിൽ പോകുന്നത് ഖത്തറിലെ ഒരുപാട് പ്രോഗ്രാം ഈ വീക്കെൻഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് റിയാസ്ക്ക് വന്നിട്ടുണ്ട്. റിയാസ്ക്ക് ഞാൻ ഒരു ഫസ്റ്റിൽ പോയത് ടവർമാൾക്കാണ് പോകുന്നത്. ടവർമാൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫണ്ണി മാജിക് ഷോ എടുക്കുന്നുണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഏതായാലും നമ്മൾ ആ ലിഫ്റ്റ് എന്നുള്ള ഒരു വ്യൂ നല്ല ഭംഗിയുണ്ട്. ടവർമാളുടെ വ്യൂ കാണാനായിട്ട് നമ്മൾ നേരെ മാജിക് ഷോ എടുക്കുന്ന ലൊക്കേഷനിലെത്തി. നല്ലൊരു തന്നെ ക്രൗഡാണ്. ചെറിയ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള മാജിക് ഷോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള മാജിക് ഷോ നടന്നുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിലായിരുന്നു പരിപാടി നടത്തുന്നത്. അതുകൊണ്ടാണ് ഹർദീസ് പോയിട്ട് ഒരു ബർഗർ വാങ്ങിച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി കോർണിഷിൽ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫയർ വർക്ക് കാണാനായിട്ട് പോയത്. അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഫയർ വർക്ക് പൊട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച ഞാനും ആസാദ് കൂടി അങ്ങനെയുണ്ട്. ആസാദ് നല്ല തന്നെ താപാനാണ് വണ്ടിയിൽ എത്തിക്കാൻ കോണൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി കോർണിഷിൽ എത്തിയിട്ടുണ്ട്. കോർണിഷിന്റെ തൊട്ടരികിലാണ് ഷെറാട്ടൺ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മൾ പാർക്കിംഗ് എല്ലാം കിട്ടി. ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് റോഡ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്തണം. ഏതായാലും ഞാനും ആസാദ് കൂടി ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു സീനിൽ ക്രോസ് ചെയ്താൽ നേരെ നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ് എൻട്രൻസിൽ തന്നെ. നല്ല രീതിയിൽ തന്നെ ക്രൗഡ് ഉണ്ട്. അവസാന ദിവസം നമ്മൾ പോയിട്ടുള്ളത്. ഏതായാലും നല്ല ക്രൗഡാണ്. ഫോറിനേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. ഏതായാലും ഫുഡ് ഫെസ്റ്റിവൽ വന്നാലും കരുതി നമ്മൾ മുന്നോട്ട് നടന്നു നോക്കിയപ്പോൾ ക്രെയിനിൽ കുറച്ച് ആൾക്കാരെ മേലെ കയറ്റിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഏതായാലും വൈബ്. പിന്നെ നമ്മൾ നിസ്കരിക്കാനായിട്ട് ബേസ്മെന്റ് പോയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രയർ ഹാൾ നിസ്കരിച്ച് നമ്മൾ നേരെ വീണ്ടും ഫുഡ് ഫെസ്റ്റിവലിന്റെ ലൊക്കേഷനിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് നല്ല വൈബ് കൗണ്ടേഴ്സ്, പല രാജ്യത്തുള്ള പല ഫുഡും വെറൈറ്റി ആണുള്ളത്. കുറച്ചുകൂടെ മുന്നിൽ വന്നപ്പോൾ കൊച്ചി രാജാവിൽ ജഗതി ഉപയോഗിച്ച കാർ ഫുഡ് ഫെസ്റ്റിവലിൽ വന്നല്ല. അപ്പൊ എന്തെങ്കിലും കഴിക്കാനായിട്ട് മുന്നോട്ട് നടന്നപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫ്രൈസ് പൊട്ടറ്റോ സിറ്റി എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ നമ്മൾ കുറച്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് പശുവിന്റെ പാലാക്കുന്ന മാറി കുറച്ച് സോസ് അവിടെ തൂക്കിയിട്ട് ഏതായാലും സോസ് ഒക്കെ എടുത്ത് മിക്സ് ആക്കി നമ്മൾ നേരെ പുറത്തിറങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകണം. ഒരു പ്ലേറ്റിൽ 12 ബാറാണ് വരുന്നത്. 23 റിയാലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഏതായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ അവിടെ നേരെ ഇറങ്ങി അൽസത്ത് സ്പോർട്സ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. അൽസത്തും ദുഹയിലും കൂടിയുള്ള ക്ലാസിക്കോ മത്സരമായിരുന്നു. മൊറോക്കോന്റെ സ്റ്റാർ ആയിട്ടുള്ള ഹക്കീം സൈച്ച് ദുഹയിൽ സൈൻ ചെയ്തിരുന്ന ഹക്കീം സൈച്ചിനെ കവളിപ്പിച്ചിട്ട് നേരെ മുന്നോട്ട് പോയി അൽസത്തിന്റെ അടിപൊളിയായിട്ടുള്ള ആ ഒരു ഗോളാണ് കാണാൻ വേണ്ടി പോകുന്നത്. കളി അവസാനിച്ചപ്പോൾ അൽസത്ത് 2 ഗോൾ വിജയിച്ച്. മിച്ചൽ ഒലക്കാൻ പറഞ്ഞ കൊറിയൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനാണ് ഇത്. നമ്മൾ ഏതായാലും കളി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ മല്ലു ബാർബറിൽ പോയി നമ്മളൊന്ന് മുടിയൊക്കെ വെട്ടി സെറ്റ് ആവാൻ വേണ്ടി പോവാണ്. നീണ്ട 1 മണിക്കൂറിന് ശേഷം മുടിയും താടിയൊക്കെ വെട്ടി സെറ്റ് ആയി വന്നപ്പോൾ നമ്മളെ കോലം ഈ രീതിയിലായി. നമ്മൾ ഈ വീക്കെൻഡിലെ കാഴ്ചകൾ ഈ രീതിയിലേക്ക്. അപ്പൊ നെക്സ്റ്റ് അടുത്ത വീക്കിൽ കാണുന്നവരെ ബൈ.